ഈ ഇഫ്താറിന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. ഒരു പാൻ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ഉള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 3 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡാണ് ആവശ്യം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. 1-1.5 സ്പൂൺ അളവിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചുറ്റുവശത്തായിട്ട് നമുക്ക് മാവ് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളെ മൈദ മാവാണ്, നല്ല കട്ടിയായിട്ട് തന്നെ കലക്കിയെടുത്തതാണ്. അത് നമുക്ക് ഇതുപോലെ ചുറ്റിലും പുരട്ടി കൊടുക്കാം. പിന്നെ അടുത്തൊരു ബ്രെഡ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തും ഒട്ടുന്ന രൂപത്തിൽ തന്നെ ആക്കിയെടുക്കണേ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള മുട്ടൻ്റെ മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. നമുക്കിതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ എല്ലാം ഇട്ടെടുക്കാം. അതിനുശേഷം ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണേ ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വശത്തും നമുക്കിതുപോലെ ആക്കിയെടുക്കണേ. പിന്നെ ആയതൊക്കെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ഇനി എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് കൊണ്ടുള്ള ചായക്കടി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.